वह तोड़ती पत्थर। सूर्यकांत त्रिपाठी निराला। स्वर्गीय श्री सूर्यकांत त्रिपाठी निराला जी की रचित कविता है वह तोड़ती पत्थर. സ്വർഗസ്ഥനായ ശ്രീ സൂര്യകാന്ത് ത്രിപാഠി നിരാലാജി എഴുതിയ കവിതയാണ് वह तोड़ती पत्थर. निराला जी इस कविता में कठोर परिश्रम करने वाली एक मजदूरिन की दयनीय अवस्था का करुणात्मक വർണ്ണൻ करते हैं. നിരാലാജി ഈ കവിതയിൽ കഠിനമായി ജോലി ചെയ്യുന്ന ഒരു സ്ത്രീ തൊഴിലാളിയുടെ ദയനീയ അവസ്ഥയുടെ കരുണാജനകമായ ഒരു വർണ്ണനാണ് ചെയ്തിരിക്കുന്നത്. यह कविता हिंदी साहित्य की प्रगतिवादी धारा में महत्वपूर्ण स्थान रखती है. ഈ കവിത ഹിന്ദി സാഹിത്യത്തിലെ പ്രഗതിവാദി ധാരയിൽ വളരെ മഹത്വമുള്ളൊരു സ്ഥാനം വഹിക്കുന്നുണ്ട്. इलाहाबाद के रास्ते पर कवि ने एक गरीब मजदूरिन को पत्थर तोड़ते हुए देखा. ഇലഹാബാദിലേക്കുള്ള വഴിയിൽ കവി ഒരു ദരിദ്രയായ സ്ത്രീ തൊഴിലാളിയെ കല്ല് പൊട്ടിക്കുന്നത് കണ്ടു. मध्याह्न की कड़ी धूप से अपने को बचाने के लिए वहाँ कोई छां देने वाले तरु ही नहीं था जिसके नीचे बैठकर वह आराम करे. അവൾക്ക് ഇരുന്ന് വിശ്രമിക്കാൻ അവിടെ ആ ഉച്ച സമയത്തെ കഠിനമായ വെയിലിൽ നിന്നും രക്ഷ നേടാൻ വേണ്ടി ഒരു നിഴൽ അല്ലെങ്കിൽ ഒരു തണൽ നൽകുന്ന ഒരു മരം പോലും അവിടെ ഇല്ലായിരുന്നു. യഹ് नसीब ही नहीं था उसके लिए. उस युवती का रंग काला था. അവൾക്കതൊന്നും ഒരു പ്രശ്നമല്ലായിരുന്നു. ആ യുവതിയുടെ നിറം കറുത്ത നിറമായിരുന്നു. ഉസ്കെ അംഗ് അംഗ് യൗവൻ സെ ഭർപൂർ ഥേ. അത് ഒരു യുവതിയായിരുന്നു. ഉസ്കി ആംഖേം ചുക്കി ചുക്കി ഹുയി ഥി. അവളുടെ കണ്ണുകൾ കുനിഞ്ഞായിരുന്നു ഉണ്ടായിരുന്നത്. വഹ് അപ്ന പ്രിയ കാം ദിൽ ലഗാക്കർ കർനെ മേ വ്യസ്ത ഥേ. അവൾ അവളുടെ ജോലി ചെയ്യുന്നതിൽ മുഴുകിയിരിക്കുകയായിരുന്നു. അപ്നെ ഹാത്ത് മേ ഭാരി ഹഥൗഡ ലേക്കർ ബാർ ബാർ വഹ് ആഘാത് കർ രഹി ഥി. തൻ്റെ കയ്യിൽ ഭാരിച്ച ആ ഒരു പണിയായുധം എടുത്ത് അവൾ കല്ലിനെ വീണ്ടും വീണ്ടും പ്രഹരിച്ചു കൊണ്ടിരുന്നു. उसके सामने वृक्षों की कतारों और चार दीवारियों से युक्त विशाल महल थे. അവളുടെ മുന്നിൽ നീണ്ട വൃക്ഷങ്ങളുടെ അല്ലെങ്കിൽ മരങ്ങളുടെ ക്യൂ പോലെ ഇങ്ങനെ മരങ്ങൾ നട്ടുപിടിപ്പിച്ച ഒരു തോട്ടവും മതിലുകളും ഉള്ള ഒരു വലിയ വിശാലമായ വീടുണ്ടായിരുന്നു. यह कैसी विडंबना है कि उसके सामने ही निर्जन शीतल छाया उसके लिए बेकार हो. ഇത് എന്തൊരു ദുരവസ്ഥയാണെന്നാണ് കവി പറയുന്നത്. അവളുടെ മുന്നിലുള്ള ആ ആളുകളില്ലാത്ത ആ തണൽ നിറഞ്ഞ ആ ഒരു തണുത്ത തണൽ നിറഞ്ഞ ആ ഒരു സ്ഥലം അവൾക്ക് ആ വെയിലത്ത് നിന്ന് കഷ്ടപ്പെടുന്ന ആ തൊഴിലാളിക്ക് ഈ തണൽ ഉപയോഗശൂന്യമായിരിക്കുന്നു. ഗർമി കാ ദിൻ ഥാ. വേനൽക്കാലത്തെ ഒരു ദിവസമായിരുന്നു. ധൂപ് കാ അധികാധിക പ്രഭാവ് ഹോ രഹാ ഥാ. दोपहर होते होते सूर्य का भीषण तमतमाता रूप अब दिखाई देने लगा. വെയിലിൻ്റെ ആ ഒരു പ്രഭാവം അല്ലെങ്കിൽ വെയിലിൻ്റെ ആ ഒരു ആധിക്യം അധികമായിരുന്നു. ഉച്ചയാകുമ്പോഴേക്കും സൂര്യൻ്റെ ആ ഒരു ചൂട് അല്ലെങ്കിൽ ആ ഒരു ഭീകരമായ ആ ഒരു ചൂട് വളരെയധികം അനുഭവപ്പെട്ടു തുടങ്ങി. സദഹ് ജലാനെ വാലെ ഗരം ഗരം ഹവ ഇസ് തരഹ് ചൽ രഹി ഥി മാനോ യഹ് ഭൂമി ഹി രുയി കെ സമാൻ ജൽ രഹി ഹെ. സൂര്യൻ്റെ ചൂടിനാൽ ചൂടുള്ള കാറ്റ് ഇങ്ങനെ വീശിക്കൊണ്ടിരിക്കുന്നു. അത് ഭൂമി ഒരു പഞ്ഞിക്കെട്ടുപോലെ കത്തി അമരുന്ന അത്രയും ചൂടായിരുന്നു അന്നത്തെ ആ ഒരു ഉച്ച സമയത്തിന്. തുലി ഹി ചിൻഗാരി കെ രൂപമേ ചായി ഹുയി ഹെ. പൊടികളൊക്കെ തീപ്പൊരി പോലെ ഇങ്ങനെ പാറിക്കൊണ്ടിരുന്നു. ദുപഹർ കി ഐസി ഭീഷൺ സ്ഥിതി മേ ഭി വഹ് പത്ഥർ തോട് രഹി ഥി. ഉച്ചയുടെ ഇത്രയും ഭീകരമായ അവസ്ഥയിലും അവൾ കല്ല് പൊട്ടിച്ചുകൊണ്ടിരുന്നു. സഹസ കവിനെ ദേഖാ ഹി വഹ് ഉൻകി ഓർ ദേഖ് രഹി ഹെ. പെട്ടെന്നാണ് കവി കണ്ടത് അവൾ
കവിയുടെ നേരെ നോക്കിക്കൊണ്ടിരിക്കുന്നു. തുരന്ത് ഉസ്കി ദൃഷ്ടി ഉസ് വിശാൽ ഭവൻ കി ഓർ പടി. പെട്ടെന്ന് അവളുടെ ദൃഷ്ടി, അവളുടെ നോട്ടം എങ്ങോട്ട്? ആ വിശാലമായ ആ ഒരു വീട്ടിലോട്ട് പതിഞ്ഞു. ഫിർ അപ്പനെ ജീർണ ശീർണ വസ്ത്രോം കോ ദേഖ. ശേഷം അവൾ എന്താണ്? തൻ്റെ ജീർണമായ അല്ലെങ്കിൽ ശോഷിച്ച ആ വസ്ത്രങ്ങളിലേക്കും നോക്കി. സങ്കേത് ബഹുത്ത് മസ്ബൂത്ത് ഹെ. അതിലുള്ള ആ ഒരു സൂചന എന്തെന്നാൽ വളരെയധികം വ്യക്തമാണ്. മുझे क्यों देख रहे हो? देखना है तो वहाँ देखो, वहाँ ഭവൻ और ബഗീച്ച ഹെ. അവളുടെ ആ നോട്ടത്തിൻ്റെ അർത്ഥമാണ് ഇവിടെ കവി പറയുന്നത്. എന്നെ എന്തിനാണ് നോക്കുന്നത്? നോക്കണമെങ്കിൽ തന്നെ നിങ്ങൾ അങ്ങോട്ട് നോക്കൂ, അവിടെ വലിയ വീടും എന്താണ് പൂന്തോട്ടവുമുണ്ട്. യഹ് ദേഖ് കർ कि वहाँ कोई ही नहीं है, उसने कवि की ओर इस तरह कातर नेत्रों से देखा. यह देख कर कि वहाँ कोई नहीं है. ഇത് കണ്ടിട്ടും അവിടെ ആരുമില്ല. उसने कवि की ओर इस तरह कातर नेत्रों से देखा मानो वह अपनी करुण कहानी सुना रही हो. അവൾ കവിയെ ഇത്രയും തരളിതമായൊരു ദൃഷ്ടിയോടെയാണ് നോക്കിയത്. അവളുടെ ആ ദയനീയമായ കഥ കവി കേട്ടുകൊണ്ടിരിക്കുന്നത് പോലെയാണ് ആ തൊഴിലാളി, ആ ഉച്ചവെയിലിൽ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ആ സ്ത്രീ തൊഴിലാളി കവിയെ നോക്കിയത്. ജബ് ആൻസു പോഞ്ചനെ വാല അഥവാ ഹംദർദ് ദിഖാനെ വാല കോയി ന ഹോ തോ ആൻസു കൈസെ ആയേഗ. കണ്ണുനീര് തുടയ്ക്കുവാനോ അല്ലെങ്കിൽ നമ്മുടെ വേദന കാണിക്കുവാനോ ഒരാളില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് കണ്ണീര് പുറത്തോട്ട് വരുന്നത് എന്നാണ് കവി ചോദിക്കുന്നത്. ചോട്ട് ഖായേഗി ഖായൽ ഹോഗി പർ റോന കൈസെ ആയേഗ. മുറിവുണ്ടാകും, വേദനിക്കും, പക്ഷേ കരച്ചിൽ എങ്ങനെ വരും എന്നാണ് കവി ചോദിക്കുന്നത്. കവിനെ സജേ ഹുയെ സിത്താർ പർ ഭി വൈസി കരുണോത്പാദക ചങ്കാർ നഹി സുനി ഥി. എന്താണ് ഇവിടെ കവി പറയുന്നത്? ഇത്രയും അലങ്കരിച്ച ഒരു സിത്താറിൽ നിന്ന് പോലും ഇത്രയും എന്താണ് വേദന വരുന്ന അല്ലെങ്കിൽ കരുണ ഉണ്ടാക്കപ്പെടുന്ന ഒരു രാഗം കവി കേട്ടിട്ടില്ലെന്നാണ് പറയുന്നത്. ജയ്സെ ചങ്കാർ ഉസ് മഹിളാക്കി ഹൃദയസ്പർശ ദൃഷ്ടിമേ സുനായി പടി. അത്രയും അതിലും എന്താണ് കരുണാജനകമായ അല്ലെങ്കിൽ വേദനാജനകമായ ഒരു മുഴക്കം എവിടുന്ന് കേട്ടു? ആ സ്ത്രീയുടെ ഹൃദയസ്പർശിയായ ആ നോട്ടത്തിൽ നിന്ന് കവിക്ക് കേൾക്കാൻ സാധിച്ചു എന്നാണ് പറയുന്നത്. കുച്ച് സമയ ബാദ് വഹ് അപ്പനേക്കോ സംഭാൽ കർ കാമ്പി. കുറച്ച് സമയത്തിന് ശേഷം ആ സ്ത്രീ എന്തു ചെയ്തു? തന്നെ നിയന്ത്രിച്ച് ഒന്ന് വിറച്ചു. ഉസ്കെ മാഥേസെ പസീനേക്ക് ബൂന്ത് ഠുലക്ക് കർ നീച്ചെ ഗിർ രഹി തി. അവളുടെ നെറ്റിത്തടത്തിലൂടെ എന്താണ് വിയർപ്പ് തുള്ളികൾ ഒഴുകി താഴോട്ട് പതിച്ചുകൊണ്ടിരുന്നു. ഫിർ വഹ് അപ്പനെ കാം മേം ഇസ് തരഹ് ലഗ് ഗയി മാനോ വഹ് കഹ് രഹി ഥി മേം തോടത്തിയ പത്തർ. പിന്നെ അവൾ എന്തു ചെയ്തു? അവളുടെ ജോലിയിൽ മുഴുകി തുടങ്ങി. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് എന്നതുപോലെ, ഞാൻ കല്ല് പൊട്ടിക്കുന്നു. ഉസ്കാ ഇസ് തരഹ് കാം മേ ജുഡ് ജാന ഹൃദയക്കോ പിഘൽനാ ഥാ. അവളുടെ ഇത്തരത്തിലുള്ള ആ ഒരു ജോലിയോടുള്ള ഒരു ആത്മാർത്ഥതയും ആ ഒരു ജോലിയിൽ മുഴുകി ജോലി ചെയ്യുന്ന ഒരവസ്ഥയും ഹൃദയത്തെ എന്താണ് ഉരുക്കി കളയുന്നു എന്നാണ് കവി പറയുന്നത്. ഉസ്കാ പ്രഹാർ പത്തർ ജൈസെ ഹൃദയം പർ ചോട്ട് പഹുഞ്ചാനെ വാലാ ഥാ. അവളുടെ പ്രഹാരം കല്ലുപോലുള്ള ഹൃദയങ്ങളിൽ എന്താണ് മുറിവുണ്ടാക്കുന്നു എന്നാണ് കവി പറയുന്നത്. യഹാം പത്തർ ശബ്ദ കെ ദ്വാര കവി കഠോർ ഹൃദയ വാലെ പൂഞ്ചിപതിയോം കി ഓർ സങ്കേത് കർത്താ ഹെ. ഇവിടെ കല്ല് എന്ന ആ ശബ്ദത്തിലൂടെ അല്ലെങ്കിൽ വാക്കിലൂടെ കവി ആരെയാണ് സൂചിപ്പിക്കുന്നത്? കഠിന ഹൃദയരായ മുതലാളിമാരെയും ജന്മിമാരെയുമാണ് സൂചിപ്പിക്കുന്നത്. ഭാരതീയ ആദർശ് എത്ര നാര്യസ്തു പൂജന്തേ രമന്തേ തത്ര ദേവത. യഹാം ഗുരു ഹതോടേക്ക് സശക്ത് ചോട്ട് സേ നിരർത്ഥക് ഹോ ഗയ. ഇവിടെ ഗുരു എന്താണ് ഹതോടേക്ക് സശക്ത് ചോട്ട് സേ, ആ ഒരു ആയുധത്തിൻ്റെ ശക്തമായ പ്രഹാരത്തിലൂടെ നിരർത്ഥകമായി പോയി എന്നാണ് പറയുന്നത്. ഏത്? ഈ ഭാരതീയ ആദർശത്തിലെ ഈ വാക്ക്. എത്ര നാര്യസ്തു പൂജന്തേ രമന്തേ തത്ര ദേവത. സ്ത്രീയെ പൂജിക്കണം എന്ന ഈ ഭാരതീയ ആദർശം അല്ലെങ്കിൽ ആ ഒരു വാക്കുകൾ ഈ ആയുധത്തിൻ്റെ പ്രഹാരത്തിലൂടെ നിരർത്ഥകമായി പോയി എന്നാണ് കവി ഈ കവിതയിലൂടെ പറയുന്നത്.